ജീവധാര ജീവമൊഴി കാൽവരിനാഥന്റെ സ്നേഹമൊഴി തിരുനിറത്താൽ ജീവനേകും യേശുനാഥന്റെ ജീവമൊഴി ജീവധാര ജീവധാര ജീവധാര. യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ വീണാലും താണാലും താങ്ങുന്നവൻ കരം പിടിച്ചെന്നെ നടത്തുന്നവൻ വീണാലും താണാലും താങ്ങുന്നവൻ കരം പിടിച്ചെന്നെ നടത്തുന്നവൻ പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ പൂർവപിതാവായ അബ്രഹാമിൻ ഏകിയ വാഗ്ദത്തമേഴല്ലയോ പൂർവപിതാവായ അബ്രഹാമിൻ ഏകിയ വാഗ്ദത്തം ഏഴല്ലയോ പേർ ചൊല്ലി വിളിച്ചവൻ ദൈവമല്ലോ വഴിയിൽ നിന്നെ വിട്ടു പോകാത്തവൻ പേർ ചൊല്ലി വിളിച്ചവൻ ദൈവമല്ലോ വഴിയിൽ നിന്നെ വിട്ടു പോകാത്തവൻ വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ അന്ത്യകാലേ നിത്യമാം ജീവങ്കലെത്തിച്ചേരും ഈ തീർത്ഥയാത്രയിൻ അന്ത്യകാലേ നിത്യമാം ജീവങ്കലെത്തിച്ചേരും നീ ഒരനുഗ്രഹമാകുമല്ലോ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കുമേ നീ ഒരനുഗ്രഹമാകുമല്ലോ വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കുമേ വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ നിന്നെ അനുഗ്രഹിക്കുമേവരെയും ഞാൻ അനുഗ്രഹിക്കുമെന്നീശൻ ചൊന്നു നിന്നെ അനുഗ്രഹിക്കുമേവരെയും ഞാൻ അനുഗ്രഹിക്കുമെന്നീശൻ ചൊന്നു നിന്നെ ശപിക്കുന്ന ഏവരെയും ഞാനും ശപിക്കുമെന്നീശൻ ചൊന്നു നിന്നെ ശപിക്കുന്ന ഏവരെയും ഞാനും ശപിക്കുമെന്നീശൻ ചൊന്നു വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ വാക്കുമാറാത്തവൻ നാഥനല്ലോ നിന്നിൽ
വസിച്ചുകൊണ്ടീയുലകം കീഴ്മേൽ മറിക്കുന്ന നാൾ വരുന്നു. നിന്നിൽ വസിച്ചുകൊണ്ടീയുലകം കീഴ്മേൽ മറിക്കുന്ന നാൾ വരുന്നു. സുവിശേഷ കാഹളധ്വനി മുഴക്കാൻ നിന്നെ എൻ വചനത്താൽ നിറച്ചിടും ഞാൻ. സുവിശേഷ കാഹളധ്വനി മുഴക്കാൻ നിന്നെ എൻ വചനത്താൽ നിറച്ചിടും ഞാൻ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. അഖിലവും ഞാൻ വഹിക്കാം, വാർദ്ധക്യകാലത്തും ഫലസമൃദ്ധി. നിൻ ഭാരമഖിലവും ഞാൻ വഹിക്കാം, വാർദ്ധക്യകാലത്തും ഫലസമൃദ്ധി. അന്യമം കാഹളം മുഴങ്ങിടുമ്പോൾ പറന്നു നീ വന്നിടുമെന്നരികിൽ. അന്യമം കാഹളം മുഴങ്ങിടുമ്പോൾ പറന്നു നീ വന്നിടുമെന്നരികിൽ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. വീണാലും താണാലും താങ്ങുന്നവൻ, കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. വീണാലും താണാലും താങ്ങുന്നവൻ, കരം പിടിച്ചെന്നെ നടത്തുന്നവൻ. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. പരദേശിയായി നടന്നിടുമ്പോൾ താങ്ങും തണലുമായി കൂടെ വരും. വാഗ്ദത്തമേകിയോൻ യേശുവല്ലോ, വാക്കുമാറാത്തവൻ നാഥനല്ലോ. യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനം നമുക്ക് വ്യക്തിപരമായി പറഞ്ഞു കൊടുക്കാം. കൊച്ചുകുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഓരോരുത്തർക്കായിട്ട് വ്യക്തിപരമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അത് ചിലപ്പോഴെല്ലാം ആവശ്യവുമാണ്. പുറപ്പാടിൻ്റെ കാലത്ത് ദൈവം ഇസ്രായേൽ മക്കൾക്ക് ആഹാരം കൊടുത്തത് ഇപ്രകാരമാണെന്ന് എഴുതിയിട്ടുണ്ട്. അവിടെ പറഞ്ഞിരിക്കുന്നത് അവരവർക്ക് ആവശ്യമുള്ളത് പെറുക്കിയെടുക്കുക എന്നാണ്. അവൻ വാരി വിതറി ദരിദ്രന്മാർക്ക് കൊടുക്കുന്നു എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്നു. പൊതുവായൊരു യോഗം, ഒരു സുവിശേഷ യോഗം, കൺവെൻഷനാകാം, അവിടെ ഓരോ ശുശ്രൂഷകന്മാർ ദൈവം അവർക്ക് കൊടുത്ത അളവിനൊത്തവണ്ണം, അവരുടെ പ്രാപ്തിക്കൊത്തവണ്ണം ദൈവം അവർക്ക് കൊടുത്തത് അവർ വാരി വിതറുന്നു, പെറുക്കിയെടുക്കുക. അതാണ് ദൈവത്തിൻ്റെ കൽപ്പന. അവരവർക്ക് ആവശ്യമുള്ളതായ വചനം പെറുക്കിയെടുക്കുക. നിങ്ങളും ഞാനും അതാണ് ചെയ്യേണ്ടത്. ഞാൻ മാനസാന്തരപ്പെട്ടത് ആരും എന്നോട് വ്യക്തിപരമായി സംസാരിച്ചപ്പോഴല്ല, ദൈവത്തിൻ്റെ വചനം കേട്ടപ്പോൾ എനിക്കാവശ്യമായ വചനം ഞാൻ പെറുക്കിയെടുത്തു. നാളുകളായി കേട്ടു. ഒരു ദിവസം ആ വചനം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ തീരുമാനിച്ചു, പാലിക്കാൻ തീരുമാനിച്ചു. എൻ്റെ ജീവിതത്തിൽ അത് നിവർത്തിയാക്കാൻ ഞാൻ തീരുമാനിച്ചു. അന്നാണ് എൻ്റെ മാനസാന്തരം നടന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം കൂട്ടായ്മയായി മുന്നോട്ട് പോവുകയാണ്. നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറഞ്ഞ് നടത്തിയിരുന്ന പ്രിയപ്പെട്ട ഹൊനാൻ സാറ് കടന്നുപോയി. മറ്റനേകം
നമ്മളോട് വചനം പറഞ്ഞവരും നമ്മളോടുകൂടെ കൂട്ടായ്മയെ ആചരിച്ചിരുന്നവരും ആയ മറ്റനേക ദൈവമക്കളും കടന്നുപോയി. മനുഷ്യൻ മർത്യനും അമർത്യനുമാണ്, നശ്വരനും അനശ്വരനുമാണെന്ന് പറയും. എന്ന് വരച്ചാൽ എന്നിലും നിങ്ങളിലും രണ്ട് ഭാഗമുണ്ട്. മർത്യതയും അമർത്യതയും, നശ്വരതയും അനശ്വരതയും എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗം അങ്ങ് നശിച്ചു പോകും. നമ്മുടെ ഈ ശരീരം, നമ്മുടെ പണം, നമ്മൾ കെട്ടിപ്പൊക്കിയ നമ്മുടെ ആശയങ്ങൾ, നമ്മുടെ സമ്പാദ്യങ്ങൾ, ഇതെല്ലാം അങ്ങ് നശിച്ചു പോകും. ഒരു വശം അനശ്വരമാണ്. അത് നമ്മുടെ ആത്മാവിൻ്റെ വശമാണ്. അത് നമ്മുടെ സ്വഭാവത്തിൻ്റെയും വശമാണ്. അതൊരു പക്ഷേ അനശ്വരമാണ്. നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗം അത് നാം നിത്യതയിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യും. അതുകൊണ്ടാണ് പ്രവൃത്തിക്കൊത്ത് ന്യായവിധി ഉണ്ടാകുമെന്ന് ദൈവം നമ്മളോട് പറഞ്ഞത്. നമ്മുടെ പ്രവൃത്തി നമുക്ക് ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ട് പോകാൻ സാധിക്കില്ല. നമ്മുടെ പണവും നമ്മുടെ മക്കളും നമ്മുടേതായ വരുമാനങ്ങളും ഈ ശരീരമെല്ലാം ഈ ഭൂമിയിൽ ഉപേക്ഷിച്ചിട്ടാണ് നാം പോകുന്നത്. പക്ഷേ നമ്മുടെ സ്വഭാവത്തെ നമുക്ക് ഉപേക്ഷിച്ചിട്ട് പോകാൻ പറ്റുകയില്ല. അത് നമ്മുടെ കൂടെ പോരും. ആ പ്രവൃത്തിക്ക് തക്കവണ്ണം നമുക്ക് ന്യായവിധി ഉണ്ടാകും. ഓരോരുത്തൻ്റെയും പ്രവൃത്തി അവൻ്റെ തലമേൽ തന്നെ വരുമെന്ന് ഉപദിയാവിൻ്റെ പുസ്തകത്തിൽ പറയും. മനുഷ്യൻ വിതച്ചത് കൊയ്യുമെന്നും ഓരോരുത്തൻ്റെയും പ്രവൃത്തി അവൻ്റെ തലമേൽ തന്നെ വരുമെന്നുള്ളതായ ആ ബോധത്തോടെ വേണം നാം ഓരോരുത്തരും ജീവിക്കുവാനായിട്ട്. എന്താണ് നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം? വ്യക്തമായത് മനസ്സിലാക്കണം. നമ്മുടെ കൂട്ടായ്മയുടെ ലക്ഷ്യം പുരാതന സഭകളിൽ, നാം ഒക്കെ ചേർന്ന് നിൽക്കുന്ന പാരമ്പര്യ സഭകളിൽ, പാരമ്പര്യത്തിൻ്റെ പേരിൽ വ്യർത്ഥമായ ആചാരങ്ങളുടെയും അനുഷ്ഠാനങ്ങളുടെയും ചില ഭക്തി പ്രകടനങ്ങളുടെയും പുറകെ നടക്കുന്ന, അതുമാത്രം മതി ആത്മീയത്തിൽ എന്ന് ചിന്തിക്കുന്ന ഒരു വലിയ കൂട്ടം ആളുകളുണ്ട്. അങ്ങനെയുള്ളതായ നിസ്സഹായരായ ആളുകൾ, അവർക്കത് പാരമ്പര്യമായി കിട്ടിയ ഒരു അറിവേ ഉള്ളൂ. അങ്ങനെയുള്ളതായ ആളുകളോട് എങ്ങനെയാണ് വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. അവർക്കൊരു വിശുദ്ധ ജീവിതം നയിക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക. വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞാൽ പാപം ഏതെങ്കിലും പ്രവൃത്തി മാത്രമല്ല. പാപം എന്ന് പറയുന്നത് പാപം സംസാരത്തിലുണ്ട്, പാപം ചിന്തയിലുണ്ട്, പാപം മനോഭാവത്തിലുണ്ട്. ഇങ്ങനെയുള്ളതായ കാര്യങ്ങൾ ജനത്തിന് പറഞ്ഞു കൊടുത്ത് എങ്ങനെ ഇത് സാധിക്കും? വിശ്വാസം എങ്ങനെ വിശ്വാസത്താൽ യേശുക്രിസ്തുവിനെ ഹൃദയത്തിൽ ലഭിക്കും? വിശ്വാസത്താൽ രക്ഷിക്കപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറയും. സഭയുടെ വാക്കാണത്. രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു കൂട്ടായ്മയുടെ വാക്കല്ല. രക്ഷിക്കപ്പെടുക എന്നുള്ളത് ഒരു നവീകരണ സഭയുടെ വാക്കല്ല. രക്ഷിക്കപ്പെടുക എന്നുള്ള വാക്ക് പുരാതന സഭയുടെ വാക്കാണ്. നമ്മൾക്ക് ചേർന്ന് നിൽക്കുന്ന സഭയുടെ വാക്കാണ്. പരിശുദ്ധ കുർബാനയുടെ അവസാനം പുരോഹിതൻ പടിഞ്ഞാറോട്ട് തിരിഞ്ഞ് ജനത്തിന് ആശീർവാദം കൊടുക്കുമ്പോൾ അവസാനം പറയുന്ന വാക്കാണ് ശ്ലീബായാൽ രക്ഷിക്കപ്പെട്ടവരെ എന്നാണ് വിളിക്കുന്നത്. രക്ഷിക്കപ്പെടുക എന്ന വാക്ക് പുരാതന സഭയുടെ പഠിപ്പിക്കലാണ്. അതെങ്ങനെയാണ് സാധിക്കുക? അതെങ്ങനെയാണ് അനുഭവിക്കുക? ഇത് ജനത്തിന് മനസ്സിലാക്കി കൊടുക്കുക. വിശുദ്ധ ജീവിതത്തിന് അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണ് വാസ്തവത്തിൽ? അനുതാപം എന്ന് പറഞ്ഞാൽ ആർക്കാണ് സാധിക്കുക? എല്ലാവർക്കും അനുദപിക്കാൻ പറ്റുമോ? നാം വിചാരിക്കും എല്ലാവർക്കും അനുദപിക്കാൻ പറ്റുമെന്ന്. എല്ലാവർക്കും അനുദപിക്കാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ടവരെ, അനുദപിക്കണമെങ്കിൽ ദൈവത്തോട് ഉടമ്പടിയുള്ളവനായിരിക്കണം. റോമാലേഖനം 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ അപ്പോസ്തലനായ പൗലോസ് പറയും, ആ വാക്യം ഒന്ന് വായിക്കാം. അനുതാപം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കണം. എല്ലാവർക്കും അനുദപിക്കാൻ പറ്റുകയില്ല. അനുദപിക്കണമെങ്കിൽ എന്ത് വേണം? ഞാൻ ചെയ്യുവാൻ ഇച്ഛിക്കുന്ന നന്മ ചെയ്യുന്നില്ലല്ലോ, ഇച്ഛിക്കാത്ത തിന്മയത്രേ പ്രവർത്തിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യണമെന്നുള്ളത് ആ ഇച്ഛ മാനസാന്തരപ്പെട്ടപ്പോൾ
രക്ഷിക്കപ്പെട്ടപ്പോൾ നന്മ ചെയ്യണമെന്നുള്ള ആഗ്രഹമുണ്ടായി. ആ ആഗ്രഹം എനിക്ക് സാധിക്കുന്നില്ല. അയ്യോ, ഞാൻ അരിഷ്ട മനുഷ്യൻ. അനുതപിക്കണമെങ്കിൽ ആദ്യം സമർപ്പണം ഉണ്ടാകണം. ആദ്യം എനിക്ക് പാപം കൂടാതെ ജീവിക്കണമെന്നുള്ള ആഗ്രഹം വരണം, സമർപ്പണം ഉണ്ടാകണം. അവന് മാത്രമേ അനുതപിക്കാൻ പറ്റുകയുള്ളൂ. മനഃപൂർവ്വം പാപം ചെയ്തവരാണ് പത്രോസും യൂദാസും അനന്യാസും ഒക്കെ. ഇവരൊക്കെ മനഃപൂർവ്വം പാപം ചെയ്തവരാണ്. അതിൽ പത്രോസിന് മാത്രം അനുതപിക്കാൻ പറ്റി. ദൈവമക്കളെ, അനുതപിക്കാൻ സാധിക്കും മനുഷ്യന്. കാരണം പത്രോസിൻ്റെ ഉള്ളിൽ യേശുക്രിസ്തുവിനോടുള്ളതായ ആ സ്നേഹമുണ്ടായിരുന്നു. അക്ഷയമായ സ്നേഹം. ലേഖനത്തിൽ പൗലോസ് പറയും, അക്ഷയമായ സ്നേഹം. യേശുക്രിസ്തുവിനോട് അക്ഷയമായി സ്നേഹിക്കുന്നവൻ അവനിൽ കൃപ നിലനിൽക്കുമെന്ന്. യേശുക്രിസ്തുവിനെ അക്ഷയമായി സ്നേഹിക്കുന്നവനിൽ ദൈവത്തിൻ്റെ കൃപ നിലനിൽക്കും. ദൈവമക്കളെ, അനുതാപം എന്താണെന്ന് ജനത്തിന് പറഞ്ഞു കൊടുക്കുക. ഇതെല്ലാമാണ് വാസ്തവത്തിൽ ഈ കൂട്ടായ്മയെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്നത്, നമ്മളെ പരമേൽപ്പിച്ചിരിക്കുന്നത്. 2 കൊരിന്ത്യർ 10-ാം അധ്യായത്തിൻ്റെ 3-4 വാക്യം നമുക്ക് വായിക്കാം. ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിൻ്റെ ആയുധങ്ങളോ ജഡീകങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നദ്ധിയിൽ ശക്തിയുള്ളവ തന്നെ. ദൈവത്തിന് സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ജഡീകമായ ഒരു ശക്തിയും ഞങ്ങൾക്കില്ല. ദൈവമക്കളെ, പ്രിയപ്പെട്ട യോഹന്നാൻ സാറെല്ലാം പലപ്പോഴും പറയാറുണ്ടെങ്കിലും സാറ് കടന്നുപോയി കഴിഞ്ഞപ്പോഴാണ് എനിക്കും ഞങ്ങൾക്കൊക്കെ വാസ്തവമായത് മനസ്സിലാകുന്നത്. ഒരു കഴിവുമില്ല എന്നുള്ളത്. ഒന്നിനും കഴിവില്ല. പ്രസംഗിക്കാനും കഴിവില്ല, ജനത്തെ നടത്താനും കഴിവില്ല, ജനത്തെ പ്രബോധിപ്പിക്കാനും കഴിവില്ല, ഒരു ശുശ്രൂഷയ്ക്കുമുള്ളതായ കഴിവില്ല. ദൈവമക്കളെ, ഒന്നിനും കഴിവില്ല എന്ന് ഓരോ ദിവസം കഴിയുന്തോറും വളരെ വ്യക്തമായി മനസ്സിലായി വരികയാണ്. ഒന്നിനും ഒരു കഴിവില്ല എന്ന്. പൗലോസ് പറയുകയാണ്, ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഒന്നിനും കഴിവില്ല, യാതൊന്നിനും ഒരു കഴിവില്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഒന്നുണ്ട്, ആത്മീയമായ ഒരു കരുത്ത് കർത്താവ് തരുന്നുണ്ട്. ഉള്ളിൽ യേശു നിൽക്കുന്നു, ഉള്ളിൽ യേശു വസിക്കുന്നു, യേശു ക്രിസ്തു ഉള്ളിലുണ്ട്. അവൻ നടത്തുന്നത് ഈ നാളുകളിൽ വ്യക്തമായിട്ട് അറിയുന്നു. എന്താണ് പൗലോസ് പറയുന്നത്? കോട്ടകളെ ഇടിക്കുക. എന്താണ് ഈ കോട്ടയെന്ന് പറയുന്നത്? കോട്ടകളെ ഇടിക്കുക. ദൈവമക്കളെ, നമുക്കറിയാം, ഏദൻ തോട്ടത്തിൽ സാത്താൻ പാപിൻ്റെ രൂപത്തിൽ വന്നു എന്ന് പറയുന്നു. തമ്മിൽ കുറച്ചു നേരം സംസാരിച്ചു. സാത്താൻ ഹവ്വായുടെ ദേഹത്ത് തൊട്ടില്ല. സാത്താൻ ഹവ്വായെ ഭീഷണിപ്പെടുത്തിയില്ല. പക്ഷേ സംസാരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഹവ്വ പഴയ ഹവ്വായല്ല. കുറച്ചു നേരം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഹവ്വ പഴയ ഹവ്വായല്ല. ദേഹത്ത് തൊട്ടില്ല, ഭീഷണിപ്പെടുത്തിയില്ല. പിന്നെ എന്താ സംഭവിച്ചത്? അവളുടെ ഹൃദയത്തിൽ സാത്താൻ ഒരു കോട്ടയുണ്ടാക്കി. അവളുടെ ഹൃദയത്തിൽ സാത്താൻ ഒരു കോട്ട കെട്ടി. ആ കോട്ട പൊളിക്കാൻ അവൾക്ക് പറ്റിയില്ല. അവൾക്ക് ആ കോട്ട പൊളിക്കാൻ സാധിച്ചില്ല. അതിനാണ് ബന്ധനമെന്ന് പറയുന്നത്. ദൈവമക്കളെ, അതാണ് സാത്താൻ്റെ കോട്ടയെന്ന് പറയുന്നത്. അതിനാണ് ബന്ധനമെന്ന് പറയുന്നത്. പിശാചിൻ്റെ ആലോചന കേട്ടും അറിഞ്ഞും നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്നതായ ചില ആശയങ്ങൾ, ചില ചിന്തകൾ, ചില നിരൂപണങ്ങൾ, ചില ഉന്മാദങ്ങൾ, ഇതെല്ലാം നമ്മുടെ ഹൃദയത്തിലുണ്ടാകുന്ന കോട്ടകളാണ്. അതിന് ബന്ധനമെന്ന് പറയും മറ്റൊരു ഭാഷയിൽ. അത് പൊളിക്കാൻ നമുക്ക് കഴിയില്ല, മനുഷ്യർക്ക് കഴിയില്ല ആ കോട്ട പൊളിക്കാനായിട്ട്. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ആ കോട്ടകളെ ഇടിക്കണം. ആ കോട്ടയെ തകർക്കാൻ മനുഷ്യൻ്റെ കഴിവുകൊണ്ട് സാധിക്കില്ല, മതത്തിൻ്റെ ഭക്തി കൊണ്ട് സാധിക്കില്ല, പള്ളിഭക്തി കൊണ്ട് സാധിക്കില്ല, മതഭക്തി കൊണ്ട് സാധിക്കില്ല, വഴിപാട് കൊണ്ട് സാധിക്കുകയില്ല, ഒരു കൂട്ടായ്മ കൊണ്ടും സാധിക്കില്ല.
ദൈവമക്കളെ, മനുഷ്യൻ്റെ ഹൃദയത്തിലുണ്ടാകുന്ന ആ സാത്താൻ കെട്ടുന്ന കോട്ടകളെ, ഹവ്വായുടെ ഹൃദയത്തിലെ കോട്ട ഒളിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല. എന്താണ് ഇതിൻ്റെ അർത്ഥം? നമുക്കെല്ലാം നമ്മുടെ ഹൃദയത്തിൽ വിശ്വാസം എന്നാൽ എന്താണ്, പാപം എന്നാൽ എന്താണ്, പിന്നെ ഓരോരോ ആശയങ്ങളുണ്ട്. ആത്മീയം എന്നാൽ എന്താണ്, ആത്മീയം എന്നാൽ അങ്ങനെയാണ് ഇങ്ങനെയാണ്, പാപം എന്ന് പറഞ്ഞാൽ അതാണ് ഇതാണ്, അങ്ങനെയെല്ലാമുള്ള ചില ആശയങ്ങൾ, ചില ചിന്തകൾ, ചില നിരൂപണങ്ങൾ നമ്മുടെ ഇതെല്ലാം ഹൃദയത്തിൽ എപ്പോഴൊക്കെയോ ഏതൊക്കെയോ കാലത്ത് നമ്മുടെ എല്ലാ ഹൃദയത്തിൽ കയറി കൂടിയിട്ടുണ്ട്. അതിനാണ് സാത്താൻ്റെ കോട്ടകളെന്ന് പറയുന്നത്. അത് ചിലപ്പോൾ ചില വ്യർത്ഥമായ പാരമ്പര്യ ഭക്തി കൊണ്ടുണ്ടായതായിരിക്കാം, ഏതെങ്കിലും പുസ്തകങ്ങൾ വായിച്ചൊക്കെ ഉണ്ടായതായിരിക്കാം, ആരെങ്കിലും പറഞ്ഞു കേട്ടുണ്ടായതായിരിക്കാം, എപ്പോഴെങ്കിലൊക്കെ ആയിരിക്കാം. അത് ഇന്നതാണ് വിശ്വാസം. വിശ്വാസം എന്ന് പറഞ്ഞാൽ ഇന്നതാണ്. പാപം എന്ന് പറഞ്ഞാൽ ഇന്നതൊക്കെയാണ്. മദ്യപാനമാണ്, അല്ലെങ്കിൽ അത് വേശ്യാവൃത്തിയാണ്, കൊലപാതകമാണ്, ഇതൊക്കെയാണ് പാപം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. അങ്ങനെയൊക്കെ ചില ചിന്തകൾ നമ്മുടെ ഹൃദയത്തിൽ, അത് നമ്മുടെ വിചാരങ്ങളാണ്, നമ്മൾ മുറുകെ പിടിക്കുന്ന കാര്യങ്ങളാണ് അതൊക്കെ. അതിലൊക്കെ നമുക്ക് നല്ല പിടുത്തം. ഇതൊക്കെ വിശ്വാസം. പാപം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതിലൊക്കെ നമുക്ക് മുറുകെ പിടിക്കുന്ന കോട്ട പോലെ ശക്തിയായ ചില കോട്ടകളുണ്ട്. ഈ കോട്ടകളെയാണ് ഇടിക്കേണ്ടത്. അതെങ്ങനെ ഇടിക്കാൻ പറ്റും? മനുഷ്യൻ്റെ കഴിവുകൊണ്ട് സാധിക്കില്ല. എങ്ങനെയാണ് കോട്ട ഉണ്ടാകുന്നതെന്ന് ദൈവമക്കളെ നമുക്കിത് ഇന്ന് ഞാൻ ചിന്തിച്ചാൽ തീരുകയില്ല. നമ്മുടെ ചില കോട്ടകൾ 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം വായിച്ചു നോക്കാം. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവസന്നദ്ധയിൽ ഭോഷത്വമത്രേ. അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, ഈ ലോകത്തിൻ്റെ ജ്ഞാനം ദൈവസന്നിധിയിൽ ഭോഷത്വമാണ്. നാം നേടുന്ന ഡിഗ്രി, നാം നേടുന്ന ഡോക്ടറേറ്റ്, നാം നേടുന്ന ഉന്നത വിദ്യാഭ്യാസം, നാം നേടിയെടുക്കുന്ന ഈ ലോകത്തിലെ സകല ജ്ഞാനവും, രാഷ്ട്രീയമായാലും മതപരമായാലും സെമിനാരിയിൽ നിന്ന് പഠിച്ചതായാലും കോളേജിൽ നിന്ന് പഠിച്ചതായാലും പ്രിയപ്പെട്ടവരെ കൂട്ടായ്മയിൽ നിന്ന് കേട്ടതായാലും എവിടെ നിന്ന് പഠിച്ചതായാലും മനുഷ്യൻ്റെ ബുദ്ധി വ്യർത്ഥമത്രേ എന്ന് പറയുന്നു. കാരണം യേശുക്രിസ്തുവിൽ നിന്ന് നമ്മളെ അകറ്റി നിർത്തുന്ന, ക്രിസ്തുവിൻ്റെ സ്വഭാവം പ്രാപിക്കണമെന്നുള്ളതായ ആ ചിന്ത നമ്മുടെ ഉള്ളിലേക്ക് വരാതെ നമ്മളെ അകറ്റി നിർത്തുന്ന ഏത് ബുദ്ധിയും ഏത് ജ്ഞാനവും ഏതും അത് വ്യർത്ഥമാണ്. അത് വ്യർത്ഥമാണ്. അതിനൊരു വിലയുമില്ല. അതുകൊണ്ടാണ് ദൈവമക്കളെ വലിയ തിയോളജി പണ്ഡിതന്മാർ, നമ്മളെ ആത്മീയമായി നടത്താൻ വരമേൽപ്പിക്കുന്ന തിയോളജി പണ്ഡിതന്മാരുണ്ട്. പക്ഷേ അവർ നമ്മളെ പഠിപ്പിച്ചാലും അവരെത്ര പ്രസംഗിച്ചാലും നമ്മുടെ ഉള്ളിലേക്ക് മാനസാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹം വരികയില്ല. കാരണം അവരുടെ ബുദ്ധി വ്യർത്ഥമാണത്. കാരണം അത് ക്രിസ്തുവിനോട് നമ്മളെ അടുപ്പിക്കുന്ന ബുദ്ധിയല്ല. നാമും കൂട്ടായ്മയിൽ പ്രസംഗിക്കുമ്പോൾ, ജനത്തിന് ദൈവത്തിൻ്റെ വചനം കൊടുക്കുമ്പോൾ വ്യർത്ഥ ബുദ്ധിയിലല്ല കൊടുക്കേണ്ടത്. സഭാപിസ്തകരുടെ പുസ്തകം എടുക്കാം, 12:12 വായിച്ചു നോക്കാം. എന്നാൽ മകനെ, പ്രബോധനം കൈക്കൊള്ളുക. പുസ്തകം ഓരോന്നുണ്ടാകുന്നതിന് അവസാനമില്ല. അധികം പഠിക്കുന്നത് ശരീരത്തിന് ക്ഷീണം തന്നെ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, ഏത് പുസ്തകവും വായിക്കാം. ധാരാളം പുസ്തകങ്ങളുണ്ട് ആത്മമണ്ഡലത്തിൽ, ആത്മലോകത്ത്. ഏത് പുസ്തകവും വായിക്കാം. എല്ലാം വായിക്കുന്നത് നല്ലതാണ്. ഞാനും വായിക്കാറുണ്ട്, നിങ്ങളും വായിക്കണം. എല്ലാ പുസ്തകവും വായിക്കാം. നല്ല നല്ല പുസ്തകങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നാം ഓർക്കണം. ഏത് പുസ്തകം വായിച്ചാലും വേദപുസ്തകം വായിക്കാതെ, ദൈവമക്കളെ, ഏത് ക്രിസ്തീയ പുസ്തകം വായിച്ചാലും അത് വ്യർത്ഥമാണ്. വേദപുസ്തകം വായിക്കില്ല, ബാക്കി ക്രിസ്തീയ പുസ്തകങ്ങൾ നിങ്ങൾ മുഴുവൻ വായിക്കുമെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന സകല ആത്മീയ പരിജ്ഞാനവും വ്യർത്ഥമാണ്. നിങ്ങളെ വെറുതെ ക്ഷീണിപ്പിക്കുകയുള്ളൂ. നിങ്ങൾ തീരുമാനങ്ങളെടുക്കുമ്പോൾ, ജീവിതത്തിലെ തീരുമാനങ്ങളെടുക്കുമ്പോൾ ഒരിക്കലും ഏതെങ്കിലും പുസ്തകത്തിൽ വായിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കരുത്. ഏതെങ്കിലും പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ തീരുമാനങ്ങൾ എടുക്കരുത്. നിങ്ങൾ ജീവിതത്തിൽ തീരുമാനമെടുക്കുമ്പോൾ ഈ വേദപുസ്തകത്തിൻ്റെ അടിസ്ഥാനമായി മാത്രമേ തീരുമാനമെടുക്കാൻ പാടുള്ളൂ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ദൈവത്തോടുകൂടെയുള്ളതായ ആ മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നാം ഓർക്കുക, നമ്മുടെ ചില ഹൃദയത്തിൽ ചില കോട്ടകളുണ്ട്. ആ കോട്ടകളെ ഇടിക്കണം.
3-ാം സങ്കീർത്തനം ആദ്യത്തെ 2 വാക്യം വായിച്ച് നോക്കാം. ദാവീദിൻ്റെ ഹൃദയത്തിൽ വന്നു കയറിയ കോട്ട, ദാവീദ് അതിനെ എങ്ങനെ പൊളിച്ചുവെന്ന് പെട്ടെന്ന് ചിന്തിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. 3-ാം സങ്കീർത്തനം ആദ്യത്തെ 2 വാക്യം വായിക്കാം. യഹോവേ, എന്റെ വൈരികൾ എത്ര പെരുകിയിരിക്കുന്നു, എന്നോട് എതിർക്കുന്നവർ അനേകരാകുന്നു. അവന് ദൈവത്തിങ്കൽ രക്ഷയില്ല എന്ന് എന്നെക്കുറിച്ച് പലരും പറയുന്നു. നീയോ യഹോവേ എനിക്ക് ചുറ്റും പരിചയം, എന്റെ മഹത്വവും എന്റെ തല ഉയർത്തുന്നവനും ആകുന്നു. ദൈവമക്കളെ, ദാവീദിനെ കുറിച്ച് എല്ലാവരും പറയുന്നു, അവന് രക്ഷയില്ല, അവന് രക്ഷയില്ല, അവനിനി രക്ഷയില്ല, അവൻ്റെ കാര്യം പോക്കാം, അവനിനി രക്ഷയില്ല, അവൻ്റെ മക്കൾ അവനെതിരായിട്ട് നിൽക്കുന്നു, അവന് രക്ഷയില്ല, രക്ഷയില്ല എന്നാണ് പറയുന്നത്. ചില ധാരണകളാണ്. സഹോദരങ്ങളെ, നിങ്ങളങ്ങനെ ചിന്തിക്കാറില്ലേ? നിങ്ങൾക്കിനി രക്ഷയില്ല. മനസ്സിലെ കോട്ടകളാണ് അതൊക്കെ. ഇനി രക്ഷയില്ല, എല്ലാവരും പറയുന്നു ഇനി രക്ഷയില്ല, ഇനി പഠിക്കാൻ പറ്റില്ല, ഇനി സൗഖ്യമാകില്ല, ഇനി കുഞ്ഞുണ്ടാവില്ല, ഇനി മുന്നോട്ട് പോകാൻ സാധിക്കില്ല, ഒരിക്കലും ഈ പാപം ക്ഷമിക്കില്ല, രക്ഷയില്ല, അവനിനി രക്ഷയില്ല എന്ന് ദാവീദിൻ്റെ ചുറ്റും നിന്ന് ധാരാളം പേര് പറയുകയാണ്. അവനിനി രക്ഷയില്ല, അവന് രക്ഷയില്ല എന്ന് മനുഷ്യരെല്ലാം പറയുമ്പോൾ സ്വാഭാവികമായും നാമും ചിന്തിച്ചു പോകും, ആ മനുഷ്യർ പറയുന്ന വാക്കിനാ വിലയെന്ന്. കാരണം എല്ലാവരും പറയുന്നു, ഒരാളല്ല, എല്ലാവരും ഒരുപോലെ പറയുന്നു അവനിനി രക്ഷയില്ല എന്ന്. ദാവീദിനെ കുറിച്ച് എല്ലാവരും പറഞ്ഞു അവനിനി രക്ഷയില്ല എന്ന്. ദാവീദിൻ്റെ ഹൃദയത്തിൽ പിശാച് കെട്ടാൻ പോകുന്ന കോട്ടയായിരുന്നു. എന്നാൽ ദാവീദ് ആ കോട്ടയെ പൊളിച്ചു. എങ്ങനെയാണ് പൊളിച്ചത്? എങ്കിലും യഹോവ എൻ്റെ പരിചയം, എൻ്റെ തല ഉയർത്തുന്നവനുമാകുന്നു. ഹല്ലേലൂയ. ദൈവമക്കളെ, ഒരു നിമിഷം നിങ്ങളുടെ കണ്ണുകളൊന്ന് അടച്ചു നോക്കൂ. നിങ്ങളുടെ ഹൃദയത്തിൽ കെട്ടിയിരിക്കുന്ന കോട്ട ഏതാണ് പ്രിയപ്പെട്ടവരെ? മനുഷ്യർ പറഞ്ഞ് നിങ്ങളുടെ സ്വന്തക്കാർ പറഞ്ഞ് ഭർത്താവ് പറഞ്ഞ് ഭാര്യ പറഞ്ഞ് അപ്പനും അമ്മയും പറഞ്ഞ് പ്രിയപ്പെട്ടവർ, നിങ്ങളെക്കുറിച്ച് പരിചയമുള്ളവരെല്ലാം പറഞ്ഞ് നിങ്ങൾക്ക് ഉപദേശിച്ചെന്നവർ പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞ് അറിവുള്ളവർ പറഞ്ഞ് തന്ന് നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോട്ട ഏതാണ് സഹോദര? നിനക്കിനി സൗഖ്യമില്ല എന്നുള്ള കോട്ടയാണോ? നിനക്കിനി രക്ഷയില്ല എന്നുള്ള കോട്ടയാണോ? നിനക്കിനി ഭാവിയില്ല എന്നുള്ള കോട്ടയാണോ? നിനക്ക് ജീവിതത്തിൽ ഇനി മാർഗമില്ല എന്നുള്ള കോട്ടയാണോ? മറ്റുള്ളവരുടെ ആശയങ്ങൾ നിൻ്റേതായ ആശയങ്ങളാക്കിയെടുത്ത്, മറ്റുള്ളവരുടെ ഉപദേശം നിന്റെ പഠിപ്പിക്കൽ നിനക്ക് സ്വീകാര്യമാക്കിയെടുത്തുകൊണ്ട് മനുഷ്യർ പറയുന്ന വാക്ക് കേട്ട് ഹൃദയത്തിലുണ്ടാക്കിയിരിക്കുന്ന കോട്ടകളുമായി വിഷമിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, നിരാശയോടിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, മനുഷ്യർ നിങ്ങളെക്കുറിച്ചുള്ള വാക്ക് കേട്ട് മനം തകർന്ന് മനം കലങ്ങി, മനുഷ്യരുടെ ശാപവാക്ക് കേട്ട്, അമ്മായിമ്മയുടെ ശാപവാക്ക് കേട്ട് മനം തകർന്നിരിക്കുന്ന എൻ്റെ പാവപ്പെട്ട കുഞ്ഞ് സഹോദരി, മരുമകളുടേതായ കുറ്റപ്പെടുത്തുന്ന വാക്ക് കേട്ട് തകർന്നിരിക്കുന്ന എൻ്റെ അമ്മച്ചിമാരെ, എൻ്റെ സഹോദരന്മാരായ ഭർത്താക്കന്മാരെ, എൻ്റെ സഹോദരിമാരായ ഭാര്യമാരെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ, അധ്യാപകരുടെ വാക്ക് കേട്ട് നിങ്ങളുടെ മനം തകർന്നിരിക്കുകയാണോ? എനിക്കിനി രക്ഷയില്ല എന്നുള്ള വാക്ക് കേട്ട് അനേകര് മനുഷ്യരുടെ വാക്ക് കേട്ട് തളർന്നിരിക്കുന്ന അനേകരുണ്ട്. എന്നാൽ നിങ്ങളോടും എന്നോടുമായി ഇന്ന് ജീവിക്കുന്നവനായ ക്രിസ്തു, അവൻ്റെ ആത്മാവിനാൽ നിറഞ്ഞവനായ ക്രിസ്തു എൻ്റെ അരികത്ത് വന്ന്, നിങ്ങളുടെ അരികത്ത് വന്ന്, നിങ്ങളുടെ സമീപത്ത് വന്ന് നിങ്ങളോട് പറയുകയാണ്, മകനെ, നീ ദാവീദ് പറഞ്ഞത് കേട്ടോ. ഹല്ലേലൂയ. നീ ദാവീദ് പറഞ്ഞത് കേട്ടോ. ചുറ്റും നിന്നവർ പറഞ്ഞു എനിക്ക് രക്ഷയില്ല എന്ന്. എന്നാൽ ദാവീദ് പറഞ്ഞു എൻ്റെ തല ഉയർത്തുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു എൻ്റെ തല താഴ്ത്തുന്നവനല്ല ദൈവം, എൻ്റെ തല ഉയർത്തുന്നവനാണ് ദൈവം. ഹല്ലേലൂയ. മനുഷ്യരുടെ വാക്ക് കേട്ട് മനം തകർന്നു പോകല്ലേ, നിരാശപ്പെട്ടു പോകല്ലേ. തല ഉയർത്തുന്ന ദൈവമുണ്ട്. പിശാചിന്റെ കോട്ടകളെ പൊളിച്ചു കളയുക ദൈവത്തിലെ. അവന്റെ തിരുരക്തത്തിന്റെ ശക്തി നിന്റെ പാപത്തിന്റെ മേലും, നിന്റെ ചിന്തയുടെ മേലും, നിന്റെ ആകുലത്തിന്റെ മേലും, നിന്റെ നിരാശയുടെ മേലും ആ രക്തത്തിന്റെ ഒരു തുള്ളി വന്ന് വീഴട്ടെ. ഹല്ലേലൂയ. യേശുവേ, നിന്റെ തിരുരക്തത്തിന്റെ ഒരു തുള്ളി രക്തത്താൽ ഈ മനുഷ്യരുടെ, ഈ സഹോദരീ സഹോദരന്മാരുടെ ഹൃദയത്തിലെ സാത്താന്റെ കോട്ടകളെ പൊളിച്ചു കളയണമേ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.